നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷൻ സ്വാഗതം. നമുക്ക് ഇൻവെസ്റ്റർ ആർട്ടിക്കിൾസ് ആണ്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഗ്രോയിങ് ത്രെറ്റ് ഓഫ് ഫോറസ്റ്റ് ഫയർസ് എന്നാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇന്ത്യൻ ന്യൂസ് ഇന്നത്തെ മെയിൻ എഡിറ്റോർ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ റീസെന്റ് നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ലോസ് ഏഞ്ചൽസിൽ ഈ പറഞ്ഞ വലിയൊരു കാട്ടുതീ ഒരു ഫോറസ്റ്റ് ഫയർ വരുന്നുണ്ടായിരുന്നു. അതിന്റെ പെർസ്പെക്ടീവിൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യയിൽ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഫയർസിന്റെ ത്രെറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് തുടങ്ങിയതാണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ആ ഒരു ടോപ്പിക് ഒന്ന് പഠിക്കേണ്ടത്. ഈ ഒരു ടോപ്പിക് ഫോറസ്റ്റ് ഫയർസ് എന്നൊക്കെ പറയുമ്പോഴേക്കും എക്കോളജി എൻവയോൺമെന്റിനെ ഈ പറഞ്ഞ ഡിഗ്രേഡ് ചെയ്യുന്ന കമ്പോണന്റ് ആയതുകൊണ്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയുടെ എക്കോളജി എൻവയോൺമെന്റ് പെർസ്പെക്ടീവിലും അതുപോലെ തന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്ത് നമുക്ക് ഫോറസ്റ്റ് ഫയർസിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. അതും ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയിലെ തന്നെ സബ്ജക്ട് ആണ്. ഈ രണ്ട് സബ്ജക്ട്സിന്റെ ആയിട്ടുള്ളതായിരിക്കും നമ്മൾ ഒരു ഫസ്റ്റ് ആർട്ടിക്കിൾ പഠിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക് ഇന്ത്യസ് പുവർ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. റീസെന്റ് കർണാടകയിലെ ഒരു ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഓണായിട്ടുള്ള ഒരു വെബ് പോർട്ടൽ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രോപ്പർട്ടി രജിസ്ട്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വെബ് പോർട്ടൽ റീസെന്റ് ഈ പറഞ്ഞ പോലെ ഒരു സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് പറയുമ്പോഴേക്കും ജനറൽ സ്റ്റഡീസ് പേപ്പർ ടൂവിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പഠിക്കാം. ദെൻ മൂന്നാമത്തെ ടോപ്പിക് ഒരു പ്രിലിം സ്പെസിഫിക് ടോപ്പിക്കാണ് ശക്തി സെമി കണ്ടക്ടർ ചിപ്പ്. അതായത് റീസെന്റ് ഇപ്പൊ നമ്മുടെ IIT മദ്രാസ് ISROയുമായിട്ട് ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തൊരു സെമി കണ്ടക്ടർ ചിപ്പാണ്. ഇൻഡിജിനസ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ചിപ്പാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവ് നമുക്ക് പഠിക്കാവുന്നതാണ്. then ഈ ഒരു മൂന്ന് ടോപ്പിക് പഠിച്ചതിന് ശേഷം ഇതിനൊരു ഒരു മോഡൽ MCQ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയേണ്ട സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് അഡ്രസ്സിംഗ് ദ ഗ്രോയിങ് ത്രെറ്റ് ഓഫ് ഫോറസ്റ്റ് ഫയർസ്. ഞാൻ ഓൾറെഡി ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം റീസെന്റ് അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസിൽ ഉണ്ടായ ഒരു വലിയൊരു ഒരു ഫോറസ്റ്റ് ഫയർ തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് എന്താ ചോദിച്ചാൽ ഇന്ത്യയിലെ ഫോറസ്റ്റ് ഫയർസിൽ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ആണ് മെയിൻലി നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ഇതിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആദ്യം ഇതിന്റെ ഡെഫിനേഷൻ നോക്കിയിരിക്കാം എന്താണ് ഫോറസ്റ്റ് ഫയർ എന്നുള്ളത്. സോ ഫോറസ്റ്റ് ഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അൺകൺട്രോൾഡ് ഫയർ ആണ്. നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തീ അണയ്ക്കാൻ പറ്റാത്ത വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉള്ള റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് റിസോഴ്സ് ഇൻ ദ സെൻസ് നമുക്ക് മാൻ പവറും എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫയർ ഈ പറഞ്ഞ പോലെ അൺകൺട്രോൾ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ പറയുന്ന പേരാണ് ഫോറസ്റ്റ് ഫയർ. ആൻഡ് ദാറ്റ് ഡിസ്ട്രോയ്സ് ലാർജ് പാർട്സ് ഓഫ് ദ ഫോറസ്റ്റ്. ആ ഒരു ഫോറസ്റ്റിന്റെ നല്ലൊരു ഭാഗവും ആ ഒരു തീ മൂലം ആ ഒരു ഫയർ മൂലം നശിച്ചു പോയിട്ടുണ്ടാവും. ജനറലി ഇന്ത്യയിലെ ഫോറസ്റ്റ് ഫയർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മുതൽ ജൂൺ വരെയുള്ള സീസൺ ആണ്. നവംബർ തൊട്ടിട്ട് നെക്സ്റ്റ് ഇയർ ജൂൺ വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ ഇവിടെ ഫോറസ്റ്റ് ഫയർ സീസൺ അറിയപ്പെടുന്നത്. അപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ ഒരു വർഷത്തിന്റെ നല്ലൊരു ശതമാനവും നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഫോറസ്റ്റ് ഫയർസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള സമയങ്ങളാണ്. ബിക്കോസ് ആ ഒരു ഗ്യാപ്പ് അതായത് ജൂൺ മുതൽ നവംബർ വരെയുള്ള സമയങ്ങളിൽ ഇന്ത്യയിൽ പൊതുവിൽ മഴ ലഭിക്കുന്നതുകൊണ്ടിട്ടാണ് ആ ഒരു കുറച്ച് മാസങ്ങൾ ഒഴികെ ബാക്കി മാസങ്ങളൊക്കെ തന്നെ നമ്മൾ ഫോറസ്റ്റ് ഫയർ സീസൺ ആയിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പീക്ക് ആകുന്ന സമയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അതായത് ഫെബ്രുവരി മുതലുള്ള സമയമാണ്. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ തുടങ്ങിയ ഈ ഒരു 2-3 മാസങ്ങളിലാണ് കൂടുതലായിട്ടും ഇന്ത്യയിൽ ഈ ഒരു ഫോറസ്റ്റ് ഫയർസ് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. മീൻസ് ഒരു 12 ആഴ്ച ഒരു മാസം 4 ആഴ്ച എന്നുള്ള കൺസെപ്റ്റിൽ ആ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 മാസങ്ങളിലാണ് ഇന്ത്യയിൽ ഫോറസ്റ്റ് ഫയർസ് ഏറ്റവും കൂടുതൽ പീക്ക് ആകുന്നത്. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം. കാരണം ഈ ഒരു 3 മാസങ്ങളിലായിട്ടാണ് നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നത്. ആ ഒരു ഹീറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു 3 മാസങ്ങളിലായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ മാസങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് ഫയർസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. ദെൻ ഫോറസ്റ്റ് ഫയർ പ്രോൺ റീജൻസ് ഇന്ത്യയിലെ കൂടുതലായിട്ടും ഫോറസ്റ്റ് ഫയർസ് ഉണ്ടാകുന്ന എവിടേക്കാണ് ആസ് പെർ ദ ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് ഓഫ് 2019 ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 21.67% ജോഗ്രഫിക്കൽ ഏരിയ ഫോറസ്റ്റ് ആണ്. വനപ്രദേശമാണ് 21.67%. അത് തന്നെ കൂടുതലായിട്ട് ഫോറസ്റ്റ് ഉള്ള ഈ പറഞ്ഞ പോലെ കൂടുതൽ ഫോറസ്റ്റ് ഉള്ള ഈ ഫോറസ്റ്റ് ഫയറിന് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് എവിടെയൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആസാമിലും മിസോറാമിലും ത്രിപുരയിലുമാണ്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളാണ്. ഇവിടങ്ങളിൽ കൂടുതലായിട്ട് ഈ പറഞ്ഞ കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളും കൂടിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ആസാം, മിസോറാം, ത്രിപുര ഇവിടങ്ങളിലാണ് കൂടുതലായിട്ടും എക്സ്ട്രീംലി ഫയർ പ്രോൺ ഏരിയ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഫയർസ് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഡ്രൈ ഡെസീജസ് ഫോറസ്റ്റ് ആണ്. ഈവൻ ദോ നോർത്ത് ഈസ്റ്റിൽ നമുക്ക് എവർഗ്രീനും കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് ഉടനീളം നമ്മൾ ഫോറസ്റ്റ് ഫയർസിന്റെ ഡേറ്റാസ് പരിശോധിക്കുമ്പോൾ കൂടുതലായിട്ടും ഫോറസ്റ്റ് ഫയർസിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഡ്രൈ ഡെസീജസ് ഫോറസ്റ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. റീജൻസ് പറയുമ്പോഴാണ് ആസാം, മിസോറാം, ത്രിപുരയാണ് കൂടുതലായിട്ട് റിപ്പീറ്റഡ്ലി ഫയറുകൾ ഉണ്ടാകുന്നത്. കൂടുതലും ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ടൈപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ ഡ്രൈ ഡെസീജസ് ഫോറസ്റ്റ് കൂടിയാണ്. അപ്പൊ ആ പോയിന്റ് പ്രിലിംസിനും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇതിന്റെ റീസൺസും കൂടെ നമുക്കറിയണം. ഏകദേശം നമുക്ക് ഏറെക്കുറെ റീസൺസ് അറിയാവുന്നതാണെങ്കിൽ കൂടിയും എന്നാലും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം മെയിൻസിന്റെ പെർസ്പെക്ടീവ് ഇതൊക്കെ ആവശ്യമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആംഗിളിൽ ചോദിക്കുവാണെങ്കിൽ. അപ്പൊ റീസൺസ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാൻ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന് നാച്ചുറൽ റീസൺസ് ആയിട്ട് ഉണ്ടാകാം. രണ്ടാമത്തെ ഈ പറഞ്ഞ ആന്ത്രോപോജനിക് ഫാക്ടേഴ്സിലൂടെ ഉണ്ടാകാം. ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ഫാക്ടേഴ്സിലൂടെ. നാച്ചുറൽ പ്രോസസ് നോക്കാം. ഒന്ന് നമ്മൾ ലൈറ്റ്നിങ് എന്ന് പറയുമ്പോഴേക്കും ഈ ഇടി വെട്ടുന്ന സമയങ്ങളിൽ നമുക്കറിയാം ഒരു ഹൈലി ചാർജഡ് പാർട്ടിക്കിൾ ആണ് ഭൂമിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഹൈലി എനർജി ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഈ പറയുന്ന ലൈറ്റ്നിങ് പവർ കേബിളുകളിലോ ട്രീസിലോ റോക്സിലോ ഒക്കെ തന്നെ തട്ടി കഴിയുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ട്രിഗർ സ്പാർക്ക് ട്രിഗർ ചെയ്യാം. ആ വരുന്ന സ്പാർക്കുകൾ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഫയർസ് ഉണ്ടാകാനുള്ള ചാൻസസും കൂടുതലാണ്. പക്ഷേ
ലൈറ്റ്നിങ് മൂലം നമ്മൾ അധികം ഫോറസ്റ്റ് ഫയർസ് പുറത്തേക്ക് കേൾക്കാത്ത വേറൊന്നുമല്ല. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് മഴ നമുക്ക് പിന്നീട് ലഭിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഫോറസ്റ്റ് ഫയർ ആണെങ്കിലും എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി മഴ കൊണ്ട് അതങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ അറിഞ്ഞിരിക്കുക, ലൈറ്റിംഗ് കോസ് ഓഫ് ഫോറസ്റ്റ് ഫയർ തന്നെയാണ്. രണ്ടാമത്തെ ഹീറ്റ് പാറ്റേൺസ്, അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അറിയാം, ചൂട് എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഈ ഒരു ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ചൂടിന്റെ അളവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ടും ടെമ്പറേച്ചർ, ഇവിടെയുള്ള ഗ്രാസും എല്ലാം ഈ പറഞ്ഞ കൂടുതൽ കൂടുതൽ ഡ്രൈ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്രത്തോളം ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോഴേക്കും, വളരെ വളരെ ഡ്രൈനെസ് ആയിട്ട് നിൽക്കുമ്പോഴേക്കും ഇവയ്ക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു ചെറിയ രീതിയിലൊരു എന്താ പറയുക ചൂട് കൂടി കൂടി അവർ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ ബേൺ ആകാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. പിന്നെ ലാക്ക് ഓഫ് സോയിൽ മോയ്സ്ചർ, അതായത് സോയിൽ മണ്ണ് ഇപ്പം ഡ്രൈ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ സോയിലിലെ മോയ്സ്ചർ കണ്ടന്റ് ഈ പറഞ്ഞ പോലെ ഡ്രൈ അപ്പ് ആവും. അങ്ങനെ ഒരു വരണ്ട ഒരു സാഹചര്യമാവും. അങ്ങനെ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു തീ പടർന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താനായിട്ട് മണ്ണിന് പോലും സാധിക്കില്ല. ബിക്കോസ് മണ്ണാണെങ്കിൽ ഓൾറെഡി ഡ്രൈ ആണ്. അതേ സ്ഥാനത്ത് വെറ്റ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക തീ പരക്കുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ആകുന്ന കുറച്ചൊക്കെങ്കിലും അതിന്റെ സ്പീഡ് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബട്ട് യൂഷ്വലി പറഞ്ഞ പോലെ സമ്മർ സീസണിൽ സോയിലും ഡ്രൈ അപ്പ് ആകുന്നത് കൊണ്ടിട്ട് കൂടുതൽ ഫയർ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അത് ക്യാച്ചപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും ഉത്തരാഖണ്ഡിലൊക്കെ ഉണ്ടായ വൈൽഡ് ഫയർസ് ഒക്കെ തന്നെ പ്രധാന കാരണം സോയിൽ മോയ്സ്ചറിൽ ലാക്നെസ് കൂടിയായിരുന്നു. ദെൻ നാച്ചുറൽ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ട്രിഗറിംഗ് ഫോറസ്റ്റ് ഫയർ. ഈ ഫോറസ്റ്റ് ഫയർ എന്ന് അൺകൺട്രോൾഡ് ലെവലിലേക്ക് പോകുന്നതാണല്ലോ. അപ്പൊ ആ തീ പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ടുള്ള ഫ്യൂവൽ സോഴ്സസിന്റെ അവൈലബിലിറ്റി, ഫ്യൂവൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഡ്രൈ വുഡുകളുടെ അവൈലബിലിറ്റി, ലോഗ്സ്, സ്റ്റംസ്, ഡെഡ് ലീവ്സ്, ഡ്രൈ ഗ്രാസ്, വീഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോറസ്റ്റ് ഏരിയസിലുണ്ട്. അപ്പൊ ഇതുമൂലം ബേൺ ചെയ്ത് ഈ പറഞ്ഞ പോലെ കാട്ടുതീ ഈ പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്ത് പോകാറുണ്ട്. പ്രധാനമായിട്ടും നാച്ചുറൽ കോസസ് ഏതൊക്കെയാണ് ഫോറസ്റ്റ് ഫയർ ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ്നിങ്, ഹീറ്റ് പാറ്റേൺസ്, ദെൻ ലാക്ക് ഓഫ് മോയ്സ്ചർ, സോയിൽ മോയ്സ്ചർ, ദെൻ നാച്ചുറൽ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ട്രിഗറിംഗ് ഫോറസ്റ്റ് ഫയർസ് ആണ് പ്രധാനമായിട്ടും നാച്ചുറൽ കോസസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോക്കിങ്ങും ക്യാമ്പ് ഫയർസും ആണ്. അതായത് ഇപ്പം നമ്മൾ പൊതുവിൽ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ ഈ പറഞ്ഞ ഇത്തരത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഈ ഒരു സമയങ്ങളിലാണ്, ചൂട് സമയങ്ങളിലാണ് പ്രധാനമായിട്ട് ആളുകൾ നടക്കുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ സ്മോക്കിംഗ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ സിഗരറ്റ് ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് തീപ്പെട്ടിക്കൊല്ലി മാച്ച് ബോക്സ് ആണെങ്കിലും കത്തിച്ചിട്ട് അത് പ്രോപ്പർ അല്ലാതെ ഈ പറഞ്ഞ വലിച്ചെറിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൽ നിന്നുണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക് മതി, അല്ലെങ്കിൽ ചെറിയൊരു ഫയർ സ്പാർക്ക് മതി വലിയൊരു ഏരിയ തന്നെ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഫയറിന് പിടിയിൽപ്പെടാനായിട്ട് വളരെ വളരെ ചാൻസസ് കൂടുതലാണ്. സോ സ്മോക്കിംഗ്, പിന്നെ ക്യാമ്പ് ഫയറുകൾ പൊതുവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വെക്കേഷൻസ് ഒക്കെ തന്നെ ഇപ്പം ഫോറസ്റ്റ് ഏരിയസിലൊക്കെ നമുക്ക് വെക്കേഷൻസിനൊക്കെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കാറുണ്ട്. ഒരുപാട് കാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്കല്ല, എന്നാൽ ഈ പറഞ്ഞ പോലെ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആളുകൾ സ്റ്റേ ചെയ്യുമ്പോഴേക്കും രാത്രി കാലങ്ങളിൽ ഇവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യും. അപ്പൊ ഈ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഈ പറഞ്ഞ പോലെ ആ തീ അണയ്ക്കാതൊക്കെ നമ്മൾ അവിടെ നിന്ന് പോരും ചിലപ്പോൾ. അങ്ങനെ പോരുന്ന ഈ പറഞ്ഞ പോലെ തീകളും ചിലപ്പോൾ ഒരുപക്ഷെ ഫോറസ്റ്റ് ഫയർസ് ആകാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് ആണ്. അപ്പം നാച്ചുറൽ ഉണ്ട് ആന്ത്രോപോജനിക് ഫാക്ടേഴ്സും ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ഇങ്ങനെയൊക്കെ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് പൊതുവെ നമുക്ക് ഉണ്ടാകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്ട് ആണ് നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ഈ പറഞ്ഞ നാശം, ലോസ് ഓഫ് എക്കോസിസ്റ്റംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ബിക്കോസ് ഫോറസ്റ്റ് ഫയർ ഡിസ്ട്രോയ്സ് ദ ഹാബിറ്റാറ്റ്സ് ആൻഡ് ഇൻട്രിക്കേറ്റ് റിലേഷൻഷിപ്സ് ഓഫ് ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ. ആ പ്രദേശത്തെ മുഴുവൻ അത് നശിപ്പിച്ചു കളയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ പ്രദേശത്തെ എക്കോസിസ്റ്റംസ് ഒക്കെ തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഒരുപാട് എന്താ മൃഗങ്ങളും അതിനകത്ത് ചത്തുപോകാനുള്ള, മീൻസ് ഡൈ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവയിൽ പലതും ഈ പറഞ്ഞ എക്സ്റ്റൻഷൻ ഒക്കെ തന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ കുറച്ച് എണ്ണം മാത്രമുള്ള ആനിമൽ സ്പീഷീസും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രീ ആൻഡ് പ്ലാന്റ് സ്പീഷീസും ആകാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവയുടെ ഈ പറഞ്ഞ പോലെ നാശം അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഫ്ലോറ ആൻഡ് ഫോണയുടെ ലോസിലേക്കും അത് വഴിതെളിച്ചേക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. സോറി, ചെറിയൊരു തടസ്സം വന്നതാണ്. സോ എനിവേ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പോയിന്റ് ലോസ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റ് വൈസ് ഉണ്ടാകുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ് ടു എക്സ്റ്റൻഷൻ ഓഫ് വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പിന്നെ ഫോറസ്റ്റിന് ഡീഗ്രഡേഷൻ സംഭവിക്കും. ലൈക്ക് പറയുവാണെങ്കിൽ ക്വാളിറ്റി ഓഫ് സർട്ടൺ ഫോറസ്റ്റ് ഫീച്ചേഴ്സ് ലൈക്ക് സോയിൽ ഫെർട്ടിലിറ്റി, ഇപ്പൊ തീയൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ആ സോയിൽ ഈ പറഞ്ഞ പോലെ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ആ സോയിൽ ഈ പറഞ്ഞ അപ്പർ മോസ്റ്റ് ലെയറിലാണ് ഈ തീ കൂടുതലായിട്ടും പരന്നു പോകുന്നത്. അപ്പൊ അവിടേക്കുള്ള സൂക്ഷ്മമായിട്ടുള്ള ജീവജാലങ്ങൾ, മൈക്രോ ഓർഗാനിസത്തിനൊക്കെ തന്നെ നശിപ്പിച്ച് കളയാം. അവയൊക്കെ ഈ പറഞ്ഞ പോലെ നശിക്കുന്നത് ആ സോയിലിന്റെ ഫെർട്ടിലിറ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ സോയിലിന്റെ ഫെർട്ടിലിറ്റി, ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റംസ് ഇതെല്ലാം ബാധിക്കുമ്പോഴേക്കും ആ ഫോറസ്റ്റ് ഡീഗ്രേഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. പിന്നെ ലൈവ്ലിഹുഡിന് ഇമ്പാക്ട് ഉണ്ടാക്കും. ബിക്കോസ് 2014 സെൻസസ്, നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സെൻസസ് 2011 സെൻസസ് ആണ്. 2014 സെൻസസ് പ്രകാരം 1.7 ലക്ഷം കുടുംബങ്ങളാണ്, 1.70 ലാക്ക് വില്ലേജസ് ഇൻ ഇന്ത്യ ഹാവ് പ്രോക്സിമിറ്റി ടു ഫോറസ്റ്റ്. അതായത് കാട് പ്രദേശങ്ങൾ, വനപ്രദേശങ്ങളോട് അടുത്ത് താമസിക്കുന്ന 1,70,70,000 വില്ലേജസ് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാട്ടുതീ പരന്നു കഴിയുമ്പോഴേക്കും ഇതുപോലെയുള്ള കുടുംബങ്ങളെ അത് ബാധിക്കും, വിച്ച് മീൻസ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ബാധിക്കാം. ഒന്ന് ഈ പറഞ്ഞ പോലെ കാട്
കാടുകളിൽ നിന്ന് അമിതമായി ഈ കാട്ടുതീ സ്പ്രെഡ് ചെയ്ത് വരുമ്പോഴേക്കും ഇവരുടെ വീടുകളും അതിനകത്ത് പെട്ടുപോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള കുടുംബങ്ങളൊക്കെ കൂടുതലും ഈ വനമേഖലയിൽ നിന്നുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്ത് കഴിയുന്ന ആളുകളായിരിക്കും. അവരുടെ ലൈവ്ലിഹുഡിന്റെ ഭാഗമായിട്ട് കഴിയുന്ന ആളുകളുണ്ട്. തേൻ ശേഖരിച്ച് കഴിയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കാടുകളിൽ നിന്ന് ഫോറസ്റ്റ് ഫയേഴ്സ്, ഫോറസ്റ്റ് വുഡുകൾ ശേഖരിച്ച് ഈ പറഞ്ഞ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റിനെ അവരുടെ ലൈവ്ലിഹുഡ് ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഫോറസ്റ്റ് നശിച്ചു പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഇവരുടെ ലൈവ്ലിഹുഡിനെ അത് നെഗറ്റീവായിട്ടും ബാധിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് എയർ പൊല്യൂഷൻ. കാട്ടുതീ വരുന്ന കഴിയുമ്പോഴേക്കും അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റ് ഗ്യാസസ് എമിഷൻസ് ഒക്കെ തന്നെ ഉണ്ടാവും. ഇതുമൂലം ഈ പറഞ്ഞ പോലെ നമ്മുടെ എയർ ക്വാളിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഡീഗ്രഡേഷൻ വരാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. സോ ഫോറസ്റ്റ് ഫയർസ് റെഡ്യൂസ് കാർബൺ സീക്വസ്ട്രേഷൻ ആൻഡ് ഇൻസ്റ്റിഗേറ്റ് ഹ്യൂജ് ക്ലൗഡ്സ് ഓഫ് സ്മോക്ക് ലീഡിംഗ് ടു മാസീവ് എയർ പൊല്യൂഷൻ. ബിക്കോസ് ഈ നമ്മുടെ നാട്ടിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അത്യാവശ്യം വലിച്ചെടുക്കുന്നത്, റെഡ്യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫോറസ്റ്റുകളൊക്കെയാണ്. അപ്പൊ ഫോറസ്റ്റ് ഇല്ലാതായി കഴിയുമ്പോഴേക്കും കാർബൺ സീക്വസ്ട്രേഷൻ, കാർബൺ അബ്സോർപ്ഷൻ കുറയും. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ എയർ ക്വാളിറ്റി ഒക്കെ തന്നെ ഡീഗ്രേഡ് ആകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇമ്പാക്ടിന്റെ രീതിയിൽ അറിഞ്ഞിരിക്കണം. ഇമ്പാക്ട് ഓഫ് ഫോറസ്റ്റ് വേസ്റ്റ് ആയിട്ട് പറയുമ്പോഴേക്കും ലോസ് ഓഫ് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ, ഇമ്പാക്ട് ഓൺ ലൈവ്ലിഹുഡ്, പിന്നെ എയർ പൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ ഫോറസ്റ്റ് വേസ്റ്റിന്റെ ഇമ്പാക്ട് ആയിട്ട് അറിയാൻ പറ്റുന്നത്. ഇത്രയാണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ദെൻ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, സ്ട്രഗ്ലിംഗ് വിത്ത് പുവർ സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം റീസെന്റ് പറഞ്ഞ കർണാടകയിലെ അവരുടെ ഈ പറഞ്ഞ ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് പോർട്ടൽ വെബ്സൈറ്റ് ആണ്, വെബ് പോർട്ടലാണ് കാവേരി 2.0 എന്ന് പറയുന്നത്. അപ്പോൾ കാവേരി 2.0, കാവേരി 2.0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓൺ ആയിട്ടുള്ള, അവിടെ ഗവൺമെന്റ് ഓൺ ആയിട്ടുള്ള വെബ് പോർട്ടലാണ്. എന്തിനു വേണ്ടിയുള്ള വെബ് പോർട്ടലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രോപ്പർട്ടി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടുത്തെ നാട്ടിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വെബ് പോർട്ടലാണ്, അതിന് സഹായിക്കുന്ന വെബ് പോർട്ടലാണ് കാവേരി 2.0 എന്ന് പറയുന്നത്. ഈ പോർട്ടലാണ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ സൈബർ അറ്റാക്ക് നേരിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സൈബർ അറ്റാക്ക് നേരിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് വന്നൊരു ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്ക് പല രീതിയിലാകാം. റാൻസം വെയർ ആകാം. റാൻസം വെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടലി ബ്ലോക്ക് ആക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും പൈസ കൊടുത്തെങ്കിൽ മാത്രമേ പിന്നെ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു റാൻസം വെയർ എന്നൊക്കെ പറയുന്നത്. ഇത് ബേസിക്കലി കാറ്റഗറി കോൾ ഡിനയൽ ഓഫ് സർവീസസ് ആണ്. ഡിനയൽ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. അതായത് നമുക്ക് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്, നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ ലോഗിൻ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു അറ്റാക്ക് നേരിട്ടുണ്ടായിരുന്നു ഈ ഒരു വെബ് പോർട്ടൽ. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു വെബ് പോർട്ടലിലെ കാര്യം ഒന്ന് പ്രിലിംസിനായിട്ട് ഓർത്തിരുന്നേക്കാം. കാരണം റീസെന്റ് സീൻ ന്യൂസ് കാവേരി 2.0 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയുടെ ഒരു വെബ് പോർട്ടലാണ് ഫോർ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇപ്പൊ ഒരു എന്താ പറയുക, ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത് കർണാടക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരു എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ IT ഹബ്ബാണ്, IT ക്യാപിറ്റൽ കൂടിയാണ് അവിടെ. അപ്പൊ അവിടെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ പോർട്ടൽ തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂ നേരിടുന്നു എന്നുള്ളത് വലിയൊരു വൾണറബിലിറ്റി, നമ്മുടെ നാട്ടിലെ സൈബർ സെക്യൂരിറ്റിയുടെ വലിയൊരു വൾണറബിലിറ്റിയാണ് അത് തുറന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സൈബർ മേഖല എത്രത്തോളം സ്ട്രെങ്തൻഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. റീസെന്റ് പറയുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് 2018 ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ തന്നെ കർണാടകത്തിൽ തന്നെ ഗവൺമെന്റ് ഈ പറഞ്ഞ വെബ്സൈറ്റിലായിരുന്നു നമ്മൾ വാനാക്രൈ എന്ന് പറയുന്ന ഒരു റാൻസം വെയർ ആണ്. ഒരുപക്ഷെ നിങ്ങൾ പണ്ട് ഈ പറഞ്ഞ പോലെ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു റാൻസം വെയർ ആണല്ലോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കർണാടകയിലെ വെബ് പോർട്ടലിനൊക്കെ ആയിരുന്നു. അപ്പൊ അവിടങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ IT ഹബിന്റെ ആ ഒരു ക്യാപിറ്റൽ കേന്ദ്രീകരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിൽ സൈബർ ഇഷ്യൂസ് നേരിടുന്നു എന്നുള്ളത് നമ്മുടെ സൈബർ വൾണറബിലിറ്റിയെ സൂചിപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈബർ മേഖല കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം എസ്പെഷ്യലി ഇപ്പം നമ്മൾ കൂടുതലായിട്ടും കാര്യങ്ങൾ സൈബർ മേഖലയുടെ മീൻസ് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ പേയ്മെന്റുകളാണെങ്കിലും നമുക്കറിയാം കൂടുതലായിട്ടും നമ്മൾ ഷോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പേയ്മെന്റുകൾ കൂടുതലും ഇന്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ QR കോഡ് യൂസ് ചെയ്തിട്ടുള്ള പേയ്മെന്റുകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, വിവരങ്ങൾ, ബാങ്ക് ഡീറ്റെയിൽസ് ആയാലും ഇതെല്ലാം ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇപ്പം നമ്മൾ ഡിജി ലോക്കറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകൾ കൂടുതലായിട്ടും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൈബർ മേഖല എത്രത്തോളം സുരക്ഷിതമായിരിക്കണം എന്നുള്ളത് ഈ എക്സാമ്പിളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ബിക്കോസ് വൾണറബിലിറ്റീസ് വന്നു കഴിയുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ലീഡ് ടു സെവറൽ കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ്. ഇവിടെ തന്നെയാണെങ്കിലും ആ ഒരു പോർട്ടൽ ഹാക്ക് ചെയ്തതിലൂടെ ഒരുപാടധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ അറ്റാക്ക് ചെയ്ത ആളുകളിലേക്ക് പോയിട്ടുണ്ടാവും. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഓരോ വ്യക്തികളും എത്ര ഏക്കേഴ്സ് ഒക്കെ അവിടെ മാക്സിമം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവരങ്ങളിൽ പലരും ഈ പറഞ്ഞ പലതും ഒരുപക്ഷെ അങ്ങോട്ട് ലീക്ക് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊരു എക്സാമ്പിൾ മാത്രം. ഇതുപോലെ എത്രത്തോളം പോർട്ടൽസ് നമ്മുടെ നാട്ടിലുണ്ട്, എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ള പോർട്ടൽസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇവയെല്ലാം സുരക്ഷിതമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇല്ല എങ്കിൽ ഒബ്വിയസ്ലി കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വളരെ വളരെ വിലപ്പെട്ട ഡേറ്റാസ് ഒക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ലീക്ക് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി അറിയാം എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ റെഫേഴ്സ് ടു ടെക്നോളജി. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ refers to technologies, processes, and rules created to protect computer systems,
സെർവേഴ്സ്, നെറ്റ്വർക്ക്സ്, പ്രോഗ്രാംസ്, ഡിവൈസസ് ആൻഡ് ഡാറ്റ ഫ്രം സൈബർ അറ്റാക്ക്. അപ്പോൾ സൈബർ അറ്റാക്കിൽ നിന്ന് നമ്മുടെ നെറ്റ്വർക്കുകളെയും സെർവറുകളെയും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയും പ്രോഗ്രാംസിനെയും ഡിവൈസസിനെയും ഒക്കെ തന്നെ ഡാറ്റാസിനെയും ഒക്കെ തന്നെ സുരക്ഷിതമാക്കി വെക്കുന്ന ടെക്നോളജീസിനും പ്രോസസ്സിനും റൂൾസിനും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇറ്റ് എയിംസ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ഡാറ്റ ആൻഡ് മിസ്യൂസ് ഓഫ് ടെക്നോളജീസ്. അപ്പോൾ നമ്മളോട് സുരക്ഷിതമായി വെച്ചിരിക്കുന്ന ഡാറ്റ അത് അൺഓതറൈസ്ഡ് ആയിട്ട്, അൺഓതറൈസ് ഇൻ ദ സെൻസ് നമ്മുടെ അനുവാദം ഇല്ലാതെ ഈ പറഞ്ഞ പോലെ എടുക്കുന്നതൊക്കെ തന്നെ ആക്സസ് ചെയ്യുന്നതൊക്കെ തന്നെ തടയുന്നതിനെയാണ് നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റ്, അത് എസ്പെഷ്യലി പറഞ്ഞ ഇന്ത്യയുടെ കറന്റ് ഞാൻ പറഞ്ഞു, ഡിജിറ്റൽ ടെക്നോളജീസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഇന്ന് കൂടുതൽ ആളുകൾ സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, ഇന്റർനെറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, യൂസ് ഓഫ് ഇന്റർനെറ്റ് വർദ്ധിക്കാൻ തുടങ്ങി. ലാക്ക് ഓഫ്, അതിനകത്ത് ഏറ്റവും വളർന്നിട്ട് നിൽക്കുന്നതാണ് ലാക്ക് ഓഫ് അവയർനെസ്. നമ്മൾ ഈ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയെങ്കിലും ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കണമെന്നത് നമ്മളിൽ പലർക്കും ഇപ്പോഴും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. ലാക്ക് ഓഫ് അവയർനെസ്, സെക്യൂരിറ്റി അവയർനെസ് ഇല്ല. ആൻഡ് വൾണറബിലിറ്റി ഓഫ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഈ സെക്യൂരിറ്റി അവയർനെസ് ഇല്ലാതെ വരുമ്പോഴേക്കും നമ്മൾ ഇത്തരത്തിൽ ഡാറ്റാസ് ഒക്കെ സൂക്ഷിക്കുന്നത്, പലപ്പോഴും നമ്മൾ ഓരോ വെബ്സൈറ്റുകളാണെങ്കിലും ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഇത് എത്രത്തോളം സുരക്ഷിതമായിട്ടുള്ള വെബ്സൈറ്റുകളാണെന്ന് പോലും നമ്മൾ തിരിച്ചറിയാറില്ല. ജസ്റ്റ് നമ്മുടെ അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലായിരിക്കും നമ്മൾ കയറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വെബ്സൈറ്റുകൾ കയറുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലപ്പോഴും വെബ്സൈറ്റുകൾ നമ്മുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ടാവും. അതിൽ പലപ്പോഴും നമ്മുടെ ഫോണിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിവൈസസിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻസ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു നേരത്തെ ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും പെട്ടെന്ന് എടുക്കേണ്ട ഡേറ്റാസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സമയം കളയാൻ പറ്റുന്നില്ലാത്ത കാരണം നമ്മളൊന്നും വായിച്ചു നോക്കത്തില്ല. അങ്ങനെ വായിച്ചു നോക്കാതിരിക്കുമ്പോഴേക്കും അതിനകത്ത് പലപ്പോഴും ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എഴുതിയിരിക്കുന്നത്. ആൻഡ് വി ഗേവ് ദാറ്റ് പെർമിഷൻ. അപ്പൊ നമ്മുടെ പെർമിഷനോട് കൂടി തന്നെ ആ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡേറ്റാസ് ഒക്കെ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് കേസിൽ പോകാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ നമ്മുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഈ ഡേറ്റാസ് ഒക്കെ തന്നെ കളക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളത് വായിച്ചു നോക്കിയില്ല എന്നുള്ളതായിരുന്നു അതിനകത്ത് പ്രശ്നം. അപ്പൊ അതൊക്കെ വളറബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവയർനെസ് ഇല്ലാത്ത മൂലം വരുന്നതാണ്. ഇത്തരത്തിൽ വൾണറബിലിറ്റി അവയർനെസ് ഒക്കെ മൂലം ഒരുപാടധികം സൈബർ അറ്റാക്കുകൾ നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടും നമ്മൾ കൈകാര്യം ചെയ്യണം. മീൻസ് ഇതിനെ നേരിടേണ്ടതുണ്ട്. ബിക്കോസ് സർട്ടിൻ, നമ്മുടെ ഇവിടുത്തെ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ സർട്ടിൻ ഈ പറഞ്ഞ പോലെ അവരുടെ റിപ്പോർട്ട് പ്രകാരം ആനുവലി ഇന്ത്യയിൽ 3.94 ലക്ഷം സൈബർ സെക്യൂരിറ്റി ഇൻസിഡന്റുകളാണ് ഉണ്ടാകുന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കുറച്ചെണ്ണം അല്ല ഉണ്ടാകുന്നത്, അത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കമ്പാരിറ്റീവ്ലി ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആനുവലി ഒരു ആവറേജ് ഡേറ്റയാണ് 3.94 ലാക്സ് സൂചിപ്പിക്കുന്നത്. എസ്പെഷ്യലി ഗവൺമെന്റ് മേഖലയിൽ ഡേറ്റാസ് നമുക്ക് സുരക്ഷിതമാക്കി വെച്ചിരിക്കണം. കാരണം അവിടെയൊക്കെ ഒരുപാടധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർഡ് ആണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചലഞ്ചിങ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫണ്ടിങ് ഇഷ്യൂ ആണ്. മതിയായ രീതിയിൽ നമ്മൾ ഫണ്ട് കൊടുക്കാറില്ല. ഇത്തരത്തിൽ സൈബർ സെക്യൂരിറ്റി കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനുള്ള ഫണ്ടുകൾ നമ്മൾ അതേ കൊടുക്കാറില്ല. പിന്നെ ലാക്ക് ഓഫ് ഈ പറഞ്ഞ പോലെ അവയർനെസ്, ജീവനക്കാരുടെ ഇടയിലാണെങ്കിലും പ്രോപ്പർ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മേഖലയിലേക്കുള്ള അവയർനെസ് വളരെ കുറവാണ്. അവർക്ക് മതിയായ ട്രെയിനിങ്ങുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റണം. ഇപ്പോഴും നമ്മുടെ ഓഫീസുകളിലൊക്കെ പലപ്പോഴും ഇരിക്കുന്ന പണ്ടത്തെ ഓൾഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സും അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ ടെക്നോളജീസ് ഒക്കെയാണ് പലപ്പോഴും ഇരിക്കാറുള്ളത്. അപ്പൊ അവർ അതിൽ ട്രെയിൻഡ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഓൾഡ് ജനറേഷൻ സിസ്റ്റത്തിനൊക്കെ പലപ്പോഴും പല വൾണറബിലിറ്റീസ് ഉണ്ടാവും. ഈ വൾണറബിലിറ്റീസ് സ്റ്റിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് സിസ്റ്റംസ് അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടും, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ട്രെയിനിങ്സുകളും കൊടുക്കാനായിട്ട് സാധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യത്തെ സൈബർ മേഖല കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി മാറ്റാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് പബ്ലിക് അവയർനെസ്സും കൊടുക്കാൻ പറ്റണം. ബിക്കോസ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ കയറുമ്പോഴേക്കും നമ്മുടെ ഡേറ്റാസ് ഒക്കെ ഒരുപാട് നമ്മൾ അറിയാതെ തന്നെ ഈ പറഞ്ഞ പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അപ്കമിംഗ് ആയിട്ട് ഇനി വരാൻ പോകുന്ന മേഖലയിൽ നമുക്ക് ഡെവലപ്മെന്റ് കൃത്യമായിട്ടും ഇന്ത്യക്ക് ഒരു പ്രോപ്പർ ഡെവലപ്മെന്റിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ദെൻ മൂവിംഗ് ഓൺ ടു ലാസ്റ്റ് ടോപ്പിക്. IIT മദ്രാസ് ഡെവലപ്സ് ഇൻഡിജിനസ് ശക്തി സെമി കണ്ടക്ടർ ചിപ്പ്. ഇവിടെ ഒരു കാര്യം പ്രിലിംസ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ശക്തി എന്ന് പറഞ്ഞ റീസെന്റ് സീനിയർ ന്യൂസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ശക്തി സെമിക്കണ്ടക്ടർ ചിപ്പ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇൻഡിജിനസ് ആയിട്ട് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്താണ് വിത്ത് IIT മദ്രാസ് ആൻഡ് ISRO. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിപ്പ് ISROയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. ISROയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് IIT മദ്രാസുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്തതാണ്. ഇത് ബേസിക്കലി മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, MIIT, ഓക്കെ, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിന്റെ ഒരു പ്രോഗ്രാമാണ് ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന്റെ കീഴിലാണ് ഈ ശക്തി എന്നുള്ള ഈ ഒരു സെമി കണ്ടക്ടർ നമ്മളിവിടെ ഡെവലപ്പ് എന്നുള്ള കാര്യം നോക്കാം. ആൻഡ് ഇത് ഈ പറഞ്ഞ പോലെ ഭാവിയിൽ വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ഡൊമൈൻസിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കറന്റ് ഇത് ഈ പറഞ്ഞ പോലെ ISROയുടെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഭാവിയിൽ ഇത് വൈഡർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം വിദേശ രാജ്യങ്ങളെ ഈ സെമി കണ്ടക്ടർ ചിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ ആശ്രയിക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഇൻഡിജിനസ് ആക്കി മാറ്റാൻ പറ്റും. കുറച്ചുകൂടെ നമുക്ക് സെക്യൂരിറ്റി റിലയബിൾ ഒക്കെ ആയി മാറാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കൽ. ജസ്റ്റ് ഒരു പ്രിലിംസിന്റെ ബേസിലുള്ള ആർട്ടിക്കിളാണ്. IIT മദ്രാസും ISROയും കൂടി ചേർന്ന് ഡെവലപ്പ് ഇൻഡിജിനസ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആണ് ശക്തി എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ,
സോ നമ്മുടെ ലാസ്റ്റ് ഒരു MCQ ആണ്. ഫോറസ്റ്റ് ഫയർസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ MCQ ആണ്. നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ആൻസർ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ ഡിസ്കസ് ചെയ്ത ഓഫീസിൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.